ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാവർക്കും നല്ലൊരു കണി ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഇപ്പോൾ ഇവിടെ ഇപ്പോൾ 2-3 ദിവസമായിട്ട് നല്ല മഞ്ഞുവീഴ്ചയാണ്. UK എനിക്ക് തോന്നുന്നു ഫുള്ളായിട്ടില്ല, ഓൾമോസ്റ്റ് പല പല സ്ഥലങ്ങളിലായിട്ടാണ് പെയ്യണത്. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ 2-3 ദിവസമായിട്ട് നല്ല രീതിക്ക് പെയ്യുന്നുണ്ട്. അപ്പുറത്തെ വീട്ടിലെ ആൾക്കാർ അവിടെ മഞ്ഞ് മാറ്റിയിട്ട് വഴിയൊക്കെ തെളിച്ചിട്ടിട്ടുണ്ട്. മീൻസ് ഇപ്പോൾ ഇവിടെ വഴി ഏതാ കുഴി ഏതാന്ന് അറിയാൻ പോലാത്ത രീതിക്ക് അത്ര തിക്നെസ്സിൽ മഞ്ഞ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓൾമോസ്റ്റ് ഇത്രത്തോളം മഞ്ഞ് പെയ്തിട്ടുണ്ട്. അത് കണ്ടോ? അപ്പോൾ അത്രയും തിക്നെസ്സിൽ ഇവിടെ മഞ്ഞ് ഇപ്പോൾ പെയ്തിട്ടുണ്ട്. എല്ലായിടത്തും ഇത്ര തിക്നെസ്സിൽ പെയ്തിട്ടും ഇല്ല. പല സ്ഥലങ്ങളിലും വളരെ കുറച്ച് പെയ്തിട്ടുള്ളൂ. ഇവിടെ അത്യാവശ്യം നല്ല തിക്നെസ്സിൽ തന്നെ മഞ്ഞ് പെയ്തിട്ടുണ്ട്. ഈ ഒരു മോഡൽ മഞ്ഞൊക്കെയാണ് ഇവിടെ വന്നേക്കണേ. ഇവൻ അപകടകാരിയാണ്, എന്നാലും നമ്മുടെ ബ്ലാക്ക് ഐസിൻ്റെ അത്രയും അപകടകാരിയല്ല. ഇതത്ര സ്ലിപ്പറിയും കാര്യങ്ങളൊന്നുമല്ല. ഇവൻ കിടന്നത് ബ്ലാക്ക് ഐസ് ആയി കഴിയുമ്പോഴാണ് ഏറ്റവും കൂടുതലും അപകടകാരിയായിട്ട് മാറുന്നത്. ചുമയും പനിയൊക്കെയാണ്. 2-3 ദിവസമായിട്ട് പനിയൊക്കെ ആയിട്ട് ജോലിക്കൊന്നും പോകാൻ പറ്റിയിട്ടില്ല. ആ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുകയാണ്. അതുകൊണ്ടിട്ട് ഞാൻ 2 ദിവസമായിട്ട് ഞാൻ വീഡിയോ എടുക്കണം എന്ന് കരുതി ഇരിക്കുകയായിരുന്നു ഈ മഞ്ഞ് വീഴ്ചയുടെ. പക്ഷെ നടന്നില്ല. ഇന്നിപ്പോൾ ഒന്ന് കുറഞ്ഞപ്പോൾ പുറത്തേക്ക് ഇറങ്ങി അഹങ്കാരം കാണിക്കുന്നതാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങളൊന്ന് കാണിക്കാം എന്ന് കരുതി പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിലെ പുറത്തെ ഇപ്പോഴത്തെ അവസ്ഥ. ഞാൻ പറഞ്ഞത് അപ്പുറത്തെ വീട്ടുകാർ അവരുടെ വഴിയും കാര്യങ്ങളൊക്കെ തെളിച്ചിട്ടേക്കണം, നമുക്ക് കാണാൻ പറ്റും. കണ്ടില്ലേ? നമ്മൾ പിന്നെ അങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങാറില്ല, വീടിന് ചുറ്റിനും അങ്ങനെ നടക്കാറില്ലാത്ത കാരണം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. എന്നല്ല, ഇത് നല്ലതാണ്. കാരണം ഇതിങ്ങനെ കിടന്ന് കുറച്ച് കഴിയുമ്പോൾ ബ്ലാക്ക് ഐസ് ആയിട്ട് മാറും. അപ്പോൾ അതിന് മുമ്പേ ഇത് മാറ്റിയിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നം പിന്നെ നോക്കുമ്പോൾ ഉണ്ടാവില്ല. പിന്നെ ഈ ഐസ് തോണ്ടി മാറ്റാൻ എളുപ്പമാണ്. ബ്ലാക്ക് ഐസ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല. പിന്നെ നമ്മൾ ഉപ്പൊക്കെ കൊണ്ടുവന്ന് വാരിയിട്ടാലാണ് നമുക്ക് തെന്നാതെയൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഞാൻ കാല് കുത്തിയിട്ട് നമുക്ക് ഇതിൻ്റെ അടിഭാഗം ഇതുവരെ തെളിഞ്ഞിട്ടില്ല. കണ്ടോ? അടിയിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. ഞാൻ കാല് കുത്തിയ പോർഷനാണ് ഇത്. നമ്മുടെ കാറാണ്. ഇപ്പോൾ നമ്മൾ ഈ വണ്ടിയുടെ മുകളിൽ നിന്ന് മാറ്റിയിടുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പമാണ്. നമുക്ക് ചുമ്മാ കൈ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ബ്രഷ് കൊണ്ടോ ഇങ്ങനെ തള്ളി നീക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറിപ്പോരും. പക്ഷെ പറ്റില്ല കേട്ടോ. ഇത് കണ്ടോ? ഞാൻ 2 ദിവസമായി വണ്ടി എടുത്തിട്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലെ ഗ്ലാസ് ഇപ്പോൾ ബ്ലാക്ക് ഐസ് ആയേക്കുക, കട്ട പിടിച്ചേക്കുക. അപ്പോൾ ഈ ഐസ് മാറ്റി ഇതിൻ്റെ അടിയിൽ വേറെ ഐസ്, ഒരു എന്താ പറയുക, ഫ്രോസൺ ആയേക്കുവാണ് ഗ്ലാസ് ഇപ്പോൾ. അപ്പോൾ ഇത് മാറ്റി ഇതിൻ്റെ അടിയിലൊരു ഫ്രോസൺ ആയേക്കണ ഇതുണ്ട്. അത് മാറ്റണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ വണ്ടിയുടെ ഹീറ്റർ ഓൺ ആക്കി ഇടുക, അല്ലെങ്കിൽ നമ്മൾ മാനുവലായിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ ചുരണ്ടി കളയാമെന്നുള്ളതാണ്. ഒരു കാരണവശാലും ചൂടുവെള്ളം അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിച്ച് നമ്മൾ ഐസിനെ കളയാനായിട്ട് നോക്കരുത്. അത് നമ്മുടെ ഗ്ലാസ്സിന് ദോഷം ചെയ്യും, ചിലപ്പോൾ ബ്രേക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. ഇന്നലെ മഞ്ഞ് വീണുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്തിറങ്ങണം ഞാൻ കരുതിയതാണ്. ആ സമയത്ത് എനിക്ക് ഒട്ടും വയ്യായിരുന്നു, ചുമച്ച് തീരെ വയ്യാത്ത സിറ്റുവേഷൻ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങാണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് കരുതി. എന്തായാലും രാവിലെ എണീച്ചതുള്ളൂ. സൂര്യൻ വരുന്നുണ്ട്. മീൻസ് സൂര്യൻ വന്നാലും പെട്ടെന്നൊന്നും ഈ ഐസ് അങ്ങനെ മെൽറ്റായി പോയില്ല. എന്നാലും കാരണം മുകളിലിരിക്കുന്ന കുറേയൊക്കെ തനിയെ ചാടിപ്പോയി. ഇപ്പോൾ നമ്മൾ കണ്ടില്ല, ഗ്ലാസ്സിന് മുകളിൽ നിന്നൊക്കെ പയ്യെ ഊർന്ന് ഇറങ്ങി തുടങ്ങി. അതേപോലെ ഈ ബോട്ടിലിരിക്കുന്നതൊക്കെ തനിയെ ചാടിപ്പോകും. നമ്മൾ വണ്ടി എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷനൊക്കെ തനിയെ ചാടി നേരെ താഴത്തേക്ക് പോകും. മുകളിലിരിക്കുന്ന എന്തായാലും പോകില്ല, ഗ്ലാസ്സിലിരിക്കുന്നത് പോകില്ല. ബാക്കിയുള്ളതൊക്കെ ചാടി തനിയെ പോകും. വെയിൽ വന്ന അപ്പം തന്നെ പോകുന്നില്ല, കുറേ കഴിഞ്ഞ് ഇനി സ്നോഫോളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ പോകത്തുള്ളൂ. സ്നോഫോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോകാനും കുറച്ച് പാടാണ്. സ്നോഫോൾ ഇന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ ഉറപ്പായിട്ടും കാണിച്ചു തരാം. ഇന്നിനി ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം ഇന്നിപ്പോൾ എനിക്ക് കുറഞ്ഞിറങ്ങി ഞാൻ പുറത്തേക്ക് ഇറങ്ങുമെന്ന് അറിയാവുന്ന കാരണം ഇന്നലെ രാത്രി കിടക്കണ വരെ ഇത്രയും കട്ടയ്ക്ക് പെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിന് ശേഷം ഇപ്പോൾ പെയ്തേക്കുന്നതാണ്. നോക്കി, നല്ലൊരു വ്യൂ അല്ലേ നോക്കി. സ്നോയും സൂര്യനും എല്ലാം കൂടെ കൂടിയിട്ടൊരു അടിപൊളി വ്യൂ പറഞ്ഞാൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണിക്കാമെന്ന് എഴുതിയിട്ട് ഞാൻ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് നിങ്ങളെ. നമുക്ക് നമ്മുടെ ആ സ്നോയിന് അതിൻ്റെ ആ ഒരു ഷേപ്പ് ഉണ്ടോ എന്ന് നോക്കാം. പക്ഷേ ഇതിന് എനിക്ക് അങ്ങനെ മേ ബി ചാടുന്ന സമയത്ത് ഷേപ്പ് ഉണ്ടാവുമായിരിക്കും. ഇപ്പോൾ ഇതിന് ഷേപ്പും കാര്യങ്ങളൊന്നും കാണുന്നില്ല. ചാടിയ സമയത്ത് ചിലപ്പോൾ ഷേപ്പ് ഉണ്ടായിരിക്കും. ഇപ്പോൾ നോർമൽ സൈസും കട്ട, അത്രേ പറയാനുള്ളൂ. സ്നബിൾ അതാണ് അവസ്ഥ. അതേ കുറച്ച് ആൾക്കാർ അതേ കൂടെ നടന്നു പോകുന്നുണ്ടോ. ഇവരെ സംബന്ധിച്ച് ഇതൊന്നും ഒന്നുമല്ല കേട്ടോ. നമ്മളെ സംബന്ധിച്ചാണ് ഇതൊക്കെ ഒരു പ്രശ്നം.
അതേപോലെ ഈ സമയങ്ങളിൽ വണ്ടി ഓടിക്കുമ്പോൾ വളരെയധികം സൂക്ഷിച്ചു വേണം. ഇംഗ്ലീഷുകാരൊക്കെ പിന്നെ വണ്ടിയുടെ കാര്യത്തിലൊക്കെ എന്താ പറയുക, അപ്പോൾ ജോലിക്ക് പോകുന്ന ആൾക്കാർ, കുറച്ച് ദൂരെ നിന്നൊക്കെ വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജോലിക്കൊക്കെ അവർ പോകത്തില്ല. മീൻസ് അവർ നേരത്തെ ലീവ് വിളിച്ച് പറയും, അവർ നമ്മൾ വരത്തില്ല സ്നോഫോൾ ആയതുകൊണ്ടെന്ന്. പിന്നെയും കുറച്ച് റിസ്ക് എടുക്കുന്നത് നമ്മൾ മലയാളികളാണ്. നമുക്ക് ഇതിൻ്റെ ആഘാതം അറിയത്തില്ല. നമ്മൾ വണ്ടി സാധാരണ അങ്ങനെ പോകുമ്പോൾ എവിടെയും കൊണ്ട് ചാർത്തും. മീൻസ് ഏറ്റവും കൂടുതലും അപകടങ്ങൾ ഉണ്ടാവുന്നത് മഞ്ഞിൻ്റെ സമയത്താണ്. വണ്ടി തെന്നാനും സ്കിഡാവാനും കൈ കിട്ടാതിരിക്കാനുള്ള സാധ്യതയൊക്കെ വളരെയധികം കൂടുതലാണ്. അപ്പോൾ നോക്കിയും കണ്ട വണ്ടി ഓടിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട്. പിന്നെ ഇത്ര സ്നോഫോൾ ഇപ്പോൾ റോഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ റോഡിൽ അവർ ക്ലീൻ ചെയ്തിട്ടുണ്ടാകും, ഒരു വണ്ടി വന്നാൽ ക്ലിയർ ചെയ്തിട്ടുണ്ടാകും, അല്ലാന്നുണ്ടെങ്കിൽ ഉപ്പ് വിതറിയിട്ടുണ്ടാകും. റോഡിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ഓൾമോസ്റ്റ് ഒക്കെ ഇത് മാറിയിട്ടുണ്ടാവും. പിന്നെയും തെന്നിലുണ്ടാവും. നമ്മുടെ മഴക്കാലത്ത് നമ്മൾ വണ്ടികൾ എടുക്കുമ്പോൾ തന്നെയായിരിക്കും ഇവിടെ ഇച്ചിരി എക്സ്ട്രീം കണ്ടീഷൻ ആയിരിക്കും എന്നുള്ളൂ. അപ്പോൾ അതനുസരിച്ച് നോക്കിയും കണ്ടും വേണം വണ്ടി റോഡിലേക്ക് ഇറക്കുമ്പോൾ ഇറക്കാനായിട്ട്. ഗൈസ്, ഞാൻ പിന്നെ വന്നു. ഇപ്പോൾ സ്നോഫോൾ വന്നുകൊണ്ടിരിക്കുകയാണ്, ഇത് കണ്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ നിങ്ങളെ കാണിക്കാം എന്ന് കരുതി പുറത്തേക്ക് ഇറങ്ങിയതാണ്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ സ്നോഫോൾ ഉണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. കണ്ടോ, എൻ്റെ മേക്കിട്ടേക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്നോഫോളിന് അങ്ങനെ ഷേപ്പുകളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അതിന് തോന്നിയ ഷേപ്പിലേക്കാണ് ചാടുന്നത്. ഇതിങ്ങനെ തന്നെ 5 മിനിറ്റ് നിന്നാൽ മതി. പിന്നെയും ഇപ്പോൾ ഞാൻ ചവിട്ടിയ സ്ഥലമൊക്കെ പിന്നെയും ഫില്ലാവും. കണ്ടില്ലേ, നല്ല രീതിക്ക് നല്ലപോലെ തന്നെ സ്നോഫോളുണ്ട്. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ പെട്ടെന്ന് നിങ്ങളൊന്ന് കാണിച്ചു തരാം എന്ന് കരുതി ഓടിച്ചാടി പുറത്തേക്ക് ഇറങ്ങിയതാണ്. കണ്ടത് ഷൂസ് ഇട്ടിട്ടില്ല, നല്ല തണുപ്പുണ്ട്. കണ്ടില്ലേ, നല്ല രീതിക്ക് ഉണ്ട് കേട്ടോ സ്നോഫോൾ. നല്ല രീതിക്ക് തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, UK എല്ലാ സ്ഥലത്തും ഇങ്ങനെ ആയിരിക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല. ഇതിപ്പോൾ നമ്മൾ താമസിക്കുന്നത് സ്കോട്ട്ലൻഡിലെ എൽഗിൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ നല്ല ഇവിടെ ഇപ്പോൾ എന്തായാലും നല്ല രീതിക്ക് മഞ്ഞ് പെയ്തിട്ടുണ്ട്. വണ്ടികളിലേക്കൊക്കെ കണ്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇതൊന്നും നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയതും ഈ ഒരു വീഡിയോ എടുത്തത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ